നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. അതിന്റെ പ്രതിഷേധം പലതരത്തിലും കോൺഗ്രസ് കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് കെട്ടണഞ്ഞുപോയ ഒരു സമരത്തെ ആളിക്കത്തിക്കാനാണ്. ഇന്ത്യയിൽ കുറച്ചു നാളുകൾക്ക് മുന്നേ കത്തിപ്പടർന്നൊരു സമരാഗ്നിയായിരുന്നു കർഷകരുടേത്. ഈ സമരത്തിന് വീണ്ടും തിരികൊളുത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട തിരക്കിട്ട ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി. മിനിമം താങ്ങുവില നയം പരിഷ്കരിക്കാൻ സർക്കാരിനുമേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന കർഷകർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ കണ്ടു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള 12 കർഷക നേതാക്കളുടെ പ്രതിനിധി സംഘമാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കർഷകർ ഡൽഹിയിലേക്ക് മറ്റൊരു മാർച്ച് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതൊക്കെ നമ്മുടെ ചാനലും വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിനായി മുന്നിട്ടിറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്. കർഷകർക്കായി ഒരു സ്വകാര്യ ബില്ല് ആവശ്യമെങ്കിൽ അതും കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കർഷകരെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഈ സമരത്തെ വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി കർഷകരെയും മറ്റുള്ളവരെയും കരിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.